ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഗോ ഫണ്ട് പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇത് അല്ലടേ അങ്ങേര് മൾട്ടി ബില്യണർ ആണെന്നും അങ്ങേര് മൾട്ടി ബില്യണയർ ആണെന്നും പറഞ്ഞ് ആ പെൺകൊച്ചിന് പഠിക്കാൻ ഇങ്ങനെ പൈസ കൊടുക്കുന്നു എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? അതെന്ത് കണക്ഷൻ എനിക്ക് മനസ്സിലായില്ല. നിലമ്പൂരുള്ള കൊച്ചിനെ മറന്നോന്ന് ചോദിക്കുന്നു. ഇങ്ങനെ മൾട്ടി ബില്യണയർ ആയപ്പോൾ ഗോ ഫണ്ടിങ് പേജ് തുടങ്ങണമെന്ന് പറഞ്ഞു. ആ പെണ്ണിന് പഠിക്കാൻ ആക്കൊണ്ട് തുടങ്ങിയെന്ന് നിനക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ഏറ്റവും മൂല്യം വന്ന് പകുതി വിഴുങ്ങിയിട്ട് ഏറ്റവും മൂല്യം എടുത്ത് കാണിച്ചിട്ട് പോണെങ്കിൽ അത് നീ എക്സ്പോസിംഗ് ഇല്ല, എക്സ്പോസ് കംപ്ലീറ്റഡ് എക്സ്പോസ് ചെയ്യും. ഏറ്റവും മൂല്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ പെണ്ണ് ആര്? നിലമ്പൂരുള്ള പെണ്ണ് ആര്? അൻവിനുമായിട്ട് എന്ത് ബന്ധം? എന്തുകൊണ്ട് നീ ഇപ്പൊ ആ പെണ്ണ് ഗോ ഫണ്ട് എടുത്തതിന്റെ കേസ് ഇപ്പൊ പരാമർശിച്ചു? ഇതിന്റെ റീസൺ കാണുമല്ലോ. റീസൺ പറഞ്ഞൂടെ നിനക്ക്? റീസൺ പറയൂല കുട്ടാ. പോട്ടെ, പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻപിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. So Greg, you are saying that Anil was staying on UK on the dependency by depending that girl, right? How can you say that? Do you have the proof? Do you have the proof? Then show it to the people. That's what it is called exposing. നിന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ നിങ്ങളുടെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ട്രാക്ക് ചെയ്യാം. ഷോ മീ ദ പ്രൂഫ്സ്. നാക്കൊണ്ട് പറയുന്നതെല്ലാം സത്യമായിരിക്കണം എന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ പ്രിയ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമിനെ നീ ഒന്ന് എക്സ്പോസ് ചെയ്തൂടെ? സൈക്കഡലിക് പാർട്ടീസ് സിക് സൈക്കോ. ആൾക്കാരുടെ മുമ്പിൽ എസ്തറ്റിക് കാസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് വന്നത് സെൽഫ് പ്രൊക്ലൈംഡ് ഇൻവെസ്റ്റിഗേറ്റർ അബ്ദുൽ ഹക്കീം. അവൻ ആകാറുള്ളൊരു വീഡിയോ ഇട്ട് ഞാൻ അത് കണ്ട് ഞാൻ വിചാരിച്ചു നല്ല പുള്ളയാണെന്ന് ഞാനും വിചാരിച്ചു. വേടെ ഇത് കണ്ട സമയത്ത് അത് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് അവനെ എക്സ്പോസ് ചെയ്തു. പെണ്ണ് കേസ്, പോക്സോ കേസ്, കഞ്ചാവ്, സൈക്കഡലിക് പാർട്ടി, ഡ്രഗ് പാർട്ടി. അവന്റെ കൂട്ടുകാരനില്ലേ നീ പറഞ്ഞ നമ്മളെ നമ്പണോ? If you want to believe what you're saying, you have to show me the proof. Not me show the audience the proof. Okay?